ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിവേകും വർഷയും കൂടി ഡിന്നർ കഴിക്കാൻ ആരംഭിക്കുക കേട്ടോ. അതിനുശേഷം തന്നെ വിവേക് ഓരോ കാര്യങ്ങൾ വർഷയോട് ചോദിക്കുന്നുണ്ട്. തനിക്ക് എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം ചോദിക്കുകയാണ്. അപ്പോഴത്തേനും വർഷയാണെങ്കിലോ വിവേകിന് എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വെട്ടിത്തുറന്ന് തന്നെ നമ്മുടെ വിവേക് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. തൻ്റെ ഈ സംസാരവും ആൾക്കാരോടുള്ള പെരുമാറ്റവും സ്വഭാവവും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ മൊത്തത്തിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു അതന്നെ. അപ്പോഴത്തേനും വിവേക് എന്നെക്കുറിച്ചോ തൻ്റെ അഭിപ്രായം എന്താണ്? അത് പിന്നെ എന്ത് കാര്യം സംഭവിച്ചാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാൾ, അങ്ങനെ തന്നെയാണ് ഞാൻ വിവേകിനെ കണ്ടിട്ടുള്ളത്. ശ്രീയേട്ടനും ഇതുപോലെ തന്നെയായിരുന്നു. ഇതെല്ലാം പറയുമ്പോൾ വിവേകിൻ്റെ മുഖത്ത് വലിയ വിഷമമാണ്. കാരണം ശ്രീയുടെ കുറിച്ച് തന്നെയാണ് ഹർഷ എപ്പോഴും പറയുന്നത്. അതിനുശേഷം തന്നെ രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഏറെക്കുറെ സാമ്യമുണ്ട്. അതായിരിക്കാം ഇപ്പോൾ നിശ്ചയം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും എതിർക്കാഞ്ഞത്. കാരണം ശ്രീയേട്ടൻ്റെ എന്തൊക്കെ സ്വഭാവങ്ങൾ വിവേകിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശ്രീനാഥ് ഇപ്പം ഇല്ലല്ലോ, പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വിവേക് എനിക്ക് എപ്പോഴും ശ്രീയേട്ടനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീനാഥിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിവേകിന് അത്ര ഇഷ്ടാവുന്നൊന്നുമില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അബിയും അതുപോലെ തന്നെ ശിവയാണ്. എന്തായാലും ഒന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. എടോ, താൻ ഇത്ര ലേറ്റാണ്, എന്ത് മേക്കപ്പാണിത്? താൻ വർഷയ്ക്ക് മേക്കപ്പ് ചെയ്തതിനേക്കാളും ഒരുപാട് ലേറ്റായല്ലോ താൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അത് പിന്നെ വർഷയും അതുപോലെ തന്നെ അഞ്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ബോയ് ഫ്രണ്ട്സുണ്ട്, നമുക്കതില്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ടൊക്കെ പുറത്തിറങ്ങണം. അത് തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ട്. അത് ശരിയാ, ആ തട്ടുകടയിലെ ആളെ കാണാമെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ അബിയ പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ അയാളെ വിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും ആ മല്ലികാക്ക് അതെല്ലാം കേട്ടുകൊണ്ട് ഞങ്ങളൊന്ന് വാ തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ? എന്തൊരു സ്ത്രീയാണിത്. ഇതെല്ലാം തന്നെ ഈ ആൻറ്റിയെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഇവർ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ശ്രീനാഥിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആൻറ്റിക്ക് മനസ്സിലായത്. എന്നോടും ചോദിച്ചു. അഭിയും പറയുന്നുണ്ട് അത് എന്നോടും ചോദിക്കേണ്ടായി എന്നും പറയാട്ടോ ചെയ്യുന്നത്. അതൊക്കെ ഇവർ കാരണമാണെന്ന് പറയുന്നു. ശിവപാപ്പ നീ വിഷമിക്കണ്ട. എന്തായാലും ആ ശ്രീനാഥ് വന്ന ഉടനെ തന്നെ വർഷ അയാളുടെ പുറകെ പോവും. അപ്പോൾ വിവേകിനെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാമല്ലോ. നിങ്ങൾ ഈ മാതിരി വൃത്തികെട്ട വാക്കുകൾ ഇനി സംസാരിക്കരുത്. കാരണം വിവേക് വർഷയ്ക്കുള്ളതാണ്. ഇനി ശ്രീനാഥ് വന്നാലും വന്നില്ലെങ്കിലും വിവേക് തന്നെയാണ് വർഷ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഇനി ഇങ്ങനെ ഏഷ്യന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിടിച്ച് പോലീസിലാക്കുമെന്ന് പറയുന്നുണ്ട് അബിട്ടോ. അപ്പോൾ ഏതൊക്കെയോ സെക്ഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിക പേടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഞാനൊരു തപ്പും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് മല്ലിക അവിടെ നിന്നേക്ക് പോകുന്ന സമയത്ത് തന്നെ അഭി പറയുന്നുണ്ട് എന്തായാലും ഒന്ന് വരണ്ടിട്ടുണ്ട്, പക്ഷേ പിന്മാറുമെന്ന് തോന്നുന്നില്ല, നമുക്ക് എന്തായാലും പോയാലോ. അതിനുശേഷം തന്നെ ശ്രീനാഥ് ആ ഹോട്ടലിൽ കയറിയിട്ട് തൻ്റെ സ്റ്റാഫിനെയും കൊണ്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് 7 മണിക്ക് ഹോസ്റ്റലിൽ കയറേണ്ടതാണ്. അവൾ ഇവിടെ പിടിച്ചു നിർത്തി 1 മണിക്കൂർ ലേറ്റാണ്. നിങ്ങൾക്ക് എന്താ പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് കേസാണെങ്കിലും ഞാൻ ചിണ്ട് ആ പെൺകുട്ടിയെ വെറുതെ വിടാനായിട്ട് നോക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഈ കുട്ടിയെ ഹോസ്റ്റലിലാക്കിയതിന് ശേഷം തന്നെ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാം എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ വീണ്ടും വിവേകും അതുപോലെ തന്നെ വർഷയും കൂടി ഡിന്നർക്കുമ്പോഴത്തേനും അവിടെ ഫുഡ് സെർവ് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫ് വരുന്നുണ്ട്. എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേനും മാഡം ജോലി ചെയ്യുന്ന ഓഫീസിലെ മാനേജറാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. അദ്ദേഹമായിട്ടുള്ള പ്രശ്നമാണോ? പ്രശ്നം ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ മാനേജറിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അയാളത് അംഗീകരിക്കുന്നില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിർത്തിയിരിക്കുന്നത്. ആ പെൺകുട്ടിക്കാണെങ്കിൽ ഹോസ്റ്റലിൽ കയറാനുള്ള ടൈമും ആയെന്ന് പറയുന്നു. ആ സമയത്ത് വിവേകിനോട് പറയുന്നുണ്ട്, വിവേകെ ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും. പിന്നെ സാറിൻ്റെ വൈഫാണ് ഇയാളെന്ന് എനിക്കറിയില്ല. മാഡം ഒത്തിരി തവണ ഇവിടേക്ക് വന്നിട്ടുണ്ടല്ലോ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്, എനിക്കിപ്പോൾ മനസ്സിലായെന്ന് പറയുന്നു. എന്തായാലും എൻ്റെ വൈഫ് ഇനി വരുമ്പോൾ സ്പെഷ്യൽ റെസ്പെക്റ്റ് കൊടുക്കണം കേട്ടോ അവൾക്ക് എന്ന് പറയുന്നുണ്ട്. അത് തീർച്ചയായും കൊടുക്കാമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് വിവേക് വരുന്നുണ്ട്. വർഷ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും സാറിൻ്റെ മുന്നിലേക്കില്ല, വിവേക് പോയാൽ മതി എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്നോളാം, സാറിനെ എനിക്ക് കാണാമല്ലോ. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല എന്നുള്ളൂ, എനിക്ക് അദ്ദേഹത്തെ കാണാമല്ലോ.
ആ സമയത്ത് ശ്രീനാഥ് എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആ കുട്ടിയെ ഹോസ്റ്റലിലാക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പോഴത്തേനും അവർ പോയല്ലോ, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു വീണ്ടും ഡിന്നർ കഴിക്കാനായിട്ട് ഇരിക്കുന്നു കേട്ടോ. അവർ തിരിച്ചു പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നെ അവർ നന്നായിട്ട് തന്നെ ഡിന്നർ കഴിക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ളതൊക്കെ വർഷയ്ക്ക് വിവേക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും തന്നെ ഇതുപോലൊരു ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അഞ്ജു. പക്ഷേ ഒരു തട്ടുകടയിലെ ഡിന്നറായിപ്പോയി. അതിൻ്റെ ദോശയും ചമ്മന്തിയും ഓംലേറ്റൊക്കെ കൂട്ടിയിട്ട് അഞ്ച് നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഡിന്നർ? എടോ സൂപ്പറായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ പിൻവലിക്കണേ. മാത്രമല്ല സെലിബ്രിറ്റികൾ പോലും തട്ടുകട ദോശയുടെ ആരാധകരാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണോ പിന്നെ എനിക്കൊരു ജോലി ശരിയാവുമെന്ന് തോന്നുന്നുണ്ട്, ഗൾഫിലാണെന്ന രീതിയിലൊക്കെ നമ്മുടെ രാഹുൽ പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല, നമുക്ക് ആകെ ഒരു ജീവിതമുള്ളൂ. അപ്പോൾ രാഹുൽ അവിടെ പോയി കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, നമുക്കിവിടെ തന്നെ മതി എന്ന് പറയുന്നുണ്ട്. തൻ്റെ ദേഷ്യമൊക്കെ അവിടെ നിൽക്കട്ടെ, മാത്രമല്ല ഇത് ഒരു ഏജൻസിയാണ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതുവഴി നമുക്ക് കുറച്ച് ജോലി സാധ്യതകളൊക്കെ ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നാട്ടിൽ നിന്നിട്ട് തന്നെ ആ ഒരു കമ്പനിയിലേക്ക് ആളുകളെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കമ്മീഷനൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് വലിയ കുഴപ്പമില്ല എന്ന രീതിയിൽ അവർ പറയുന്നുണ്ട്. തൻ്റെ ദേഷ്യമൊക്കെ പോയോ, പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കോ, എന്നാൽ പിന്നെ 2 ദോശയും കൂടെ എക്സ്ട്രാ കഴിക്കാമെന്ന രീതിയിൽ അഞ്ച് പറയുന്നു. അതിനുശേഷം തന്നെ വീണ്ടും അഭിയേയും അതുപോലെ തന്നെ ശിവയും കാണിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് മടുത്തടോ, ഇനി വല്ല ഓട്ടോയോ ടാക്സിയോ ഒക്കെ പിടിച്ച് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതാണോ നൈറ്റിൽ നമുക്കൊന്ന് നടന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് വന്നതല്ലേ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ? അത് ചെയ്യാനാണ്. അപ്പോൾ 2 പൂവാലന്മാർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും 2 കിളികളുണ്ടല്ലോ അവിടെ, നമുക്കൊന്ന് കൊത്തി നോക്കിയാലോ എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അവർ ഇറങ്ങി പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിലേക്ക് പോരാം, നമുക്കെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പതുക്കെ തിരിച്ചു വരാമെന്നേ. ആ സമയത്ത് നീ എന്താടാ തെമ്മടത്തരം പറയാൻ നിൽക്കുവാണോ? 2 പെൺകുട്ടികൾ ഇറങ്ങി നിൽക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികളുടെയും പോലെ ഒരേ സ്വഭാവമാണെന്ന് വിചാരിക്കരുത്. നിന്നെയൊക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനെ ശിവയുടെ കൈ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരടി കൊടുക്കുന്നുണ്ട് കേട്ടോ ശിവ. അതിനുശേഷം തന്നെ അഭി പെട്ടെന്ന് പോലീസിനെ വിളിച്ച് അറിയിക്കുന്നു. അങ്ങനെ പോലീസ് വന്നിട്ട് ആ ഒരു 2 പൂവാലന്മാരെ എടുത്തുകൊണ്ട് പോവാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഇതാരടാ നിങ്ങളുടെ ചോദിക്കുമ്പോൾ ഇതെൻ്റെ പെങ്ങന്മാരാണെന്ന രീതിയിൽ തന്നെ ആയിട്ടുകൾ പറയുന്നുണ്ട്. പിന്നെന്തായാലും അതുകൊണ്ടായിരിക്കും വലിയ ആങ്ങളെ എന്നെ കൈ പിടിച്ചിട്ടായിട്ട് കയറ്റാമെന്ന് വിചാരിച്ചത്. അത് നടക്കില്ലടാ, അക്കാറിപ്പോടാന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറ്റി വിടുന്നു കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ സംഭവം അടിപൊളിയായത്. എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് നടന്നിട്ട് പോകാമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അഭി. അതിനുശേഷം തന്നെ വീണ്ടും വിവേകും വർഷയും കൂടി ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് വയ്യ വിവേക്, വയറ് അത്യാവശ്യം നിറഞ്ഞു. അപ്പോൾ തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് വരുന്നുണ്ട്. ഇനി ബാക്കി ഒരുപാട് ഫുഡുണ്ടല്ലോ, ഇത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വർഷ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ പാഴ്സലാക്കി എടുത്താൽ മതി എന്ന് പറയുന്നു. അതിന് സാർ ഇതുവരേക്കും ഇവിടുന്ന് പാഴ്സൽ ഇങ്ങനെ ഫുഡ് കഴിച്ചതിൻ്റെ ബാക്കി കൊണ്ടുപോയിട്ടില്ലല്ലോ. അത് പിന്നെ അതായത് എൻ്റെ വൈഫിന് വീട്ടിൽ കുറേ പെറ്റ്സ് ഉണ്ട്, അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവർക്ക് കൊടുക്കാനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഭക്ഷണമൊക്കെ അതായത് പാക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. വിവേകെ 1 മണി അരി പോലും വേസ്റ്റാക്കി കളയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും പട്ടിണി നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ കൊണ്ടുപോയിട്ട് താരെന്ത് ചെയ്യാനാണ്? ഇത് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിച്ചോളാം എന്ന് പറയുന്നു. അതൊക്കെ വയറിന് വലിയ കേടാണടോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും എന്തായാലും വിവേകം അങ്ങനെയൊക്കെ പറയും, പക്ഷേ എനിക്കിതൊന്നും കളയാൻ തോന്നില്ല കേട്ടോ എന്ന് പറയുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്.